ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അഡ്വൈസ് അല്ല, എന്താ പറയുക, നമുക്ക് പൊതുവായിട്ടുള്ള നോളേജ് ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും 10th 12th ഒക്കെ ഫിനിഷ് ആയിട്ടിരിക്കുക. അപ്പോൾ 10th കഴിഞ്ഞവർക്കുള്ളൊരു ചെറിയ കുട്ടി വീഡിയോ. ഐ തിങ്ക് ഇറ്റ് മേ ടേക്ക് ഓൺലി 10 to 15 minutes അത്രേ ഉണ്ടാവുള്ളൂ. എന്താ പറയുക, അത്രയേ ഉള്ളൂ പറയുന്നതിനെ പറ്റിയിട്ട്. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ സ്വന്തം എന്താ പറയുക എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുമ്പോൾ അതുകൊണ്ട് കേക്ക് സ്പീഡ് അടിച്ച കുഴപ്പമൊന്നുമില്ല കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 12th കഴിഞ്ഞിരിക്കുക, റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ എൻ്റെ എൻ്റെ എന്താ പറയുക ജൂനിയേഴ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും 10th റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. CBC പഠിച്ചവരാകാം, സ്റ്റേറ്റ് പഠിച്ചവരാകാം, ICC പഠിച്ചവർക്കാകാം, ആരായിക്കോട്ടെ. ചിലപ്പോൾ CBC പഠിച്ചവർ 10th മാറുന്നുണ്ടാവും, ഇല്ലെങ്കിൽ 10th വരെ സ്റ്റേറ്റ് പഠിച്ചവർ 10th +1 +2 ഒക്കെ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. ICC പഠിച്ചവർ എന്താ പറയുക +1 +2 സ്റ്റേറ്റിലേക്ക് വരാം. ഞാൻ അങ്ങനെയാണ്. 10th വരെ ഞാൻ CBC, 4th വരെ ICCയും 5th തൊട്ട് CBCയോ പഠിച്ചത്. അത് കഴിഞ്ഞ് 10th കഴിഞ്ഞിട്ട് +1 +2 സ്റ്റേറ്റ്, അങ്ങനെ ഞാൻ പോയത്. അപ്പോൾ ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് വാസ് ഈസി, ഇറ്റ് വാസ് അമേസിങ്. എന്താ അറിയോ, നമ്മൾ 10th വരെ CBC NCERT സിലബസ് പഠിച്ച് വന്നിട്ട് 11th 12th സ്റ്റേറ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രയോറിറ്റി കുറച്ചുകൂടി നമുക്കറിയാം ഇംഗ്ലീഷ് കുറച്ച്. ഞാൻ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു അവരെക്കാളും ഒരിത്തിരി കൂടി നമുക്കറിയാം ഗ്രാമറും സംഭവങ്ങളൊക്കെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, സ്റ്റേറ്റ് CBCക്കാർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ സയൻസ് എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും +1 +2 നമ്മുടെ ഇവർക്ക് സ്റ്റേറ്റുകാർക്ക്. അത് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ്, ഹ്യൂമാനിറ്റീസൊക്കെ നമ്മൾ 10th വരെ 7th തൊട്ടിട്ട് ഐ തിങ്ക് 8th തൊട്ടിട്ടാന്ന് തോന്നുന്നു എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. ബട്ട് സ്റ്റേറ്റുകാർ എക്കണോമിക്സ് 11th തൊട്ടിട്ട്, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവരാണ് 11th തൊട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രീഫായിട്ട് ഞാൻ പറയാൻ വന്നത്. പിന്നെ നമുക്ക് കോർ സബ്ജക്റ്റ് ഉണ്ടാവും, ജിയോളജി, സോഷ്യോളജി, ജിയോഗ്രഫി, അങ്ങനെയൊക്കെ കോർ സബ്ജക്റ്റ് ഉണ്ടാവും ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് ആട്ടോ എടുത്തത്. ആൻഡ് എന്താ പറയുക, ഓപ്പണായിട്ട് പറയട്ടെ, സത്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഈസി ആൻഡ് ഇറ്റ് വാസ് മോർ എഫക്റ്റീവ്. എന്താണെന്നറിയോ, പൊതുവേ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർ 3rd ക്ലാസ് ആയിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സയൻസ്, സെക്കൻഡ് കോമേഴ്സ്, തീരെ മാർക്കില്ലാത്തവരും തീരെ പഠിക്കാൻ എന്താ പറയുക കുറച്ചും കൂടി കുറവ് ബാക്കിലോട്ടുള്ളവരൊക്കെ തന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് എന്നാണ് സൊസൈറ്റി വിചാരിച്ചിരിക്കുന്നത്. ബട്ട് ട്രൂലി അങ്ങനെയല്ല. എന്താ പറയുക, ഹ്യൂമാനിറ്റീസ് സോഷ്യൽ ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ അതിലേക്ക് വന്നിട്ട് പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ എന്താ പറയുക അലോട്ട്മെൻറ്റൊക്കെ കിട്ടി അങ്ങനെ വരുന്ന, മാർക്ക് കുറഞ്ഞിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് ആരെങ്ങനെ വന്നാലും ഹ്യൂമാനിറ്റീസ് പഠിച്ചു തുടങ്ങിയാൽ അത് ഇഷ്ടപ്പെടും. അത് ഐ സ്വെയർ. എന്താ അറിയോ, ഞാൻ അതിനകത്ത് അനുഭവം, എനിക്ക് സയൻസ് എടുക്കണം എന്നായിരുന്നു. ബട്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു. പിന്നെ ഞാൻ നമ്മുടെ ഹ്യൂമാനിറ്റീസിൽ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, പിന്നെ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ഒരു കോർ സബ്ജക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ജിയോളജി ആയിരുന്നു. ചിലപ്പോൾ വേറെ സ്കൂളിൽ ജിയോഗ്രഫി ആയിരിക്കാം, ഏത് വേണമെങ്കിലും ആകാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കിട്ടിയത് ജിയോളജി ആയിരുന്നു. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് മൈക്രോ ഉണ്ട്, മാക്രോ 12th. മറ്റ് നമ്മുടെ +1 ഇന്ത്യൻ എക്കണോമിയും സ്റ്റാറ്റിസ്റ്റിക്സും. അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സബ്ജക്റ്റിനും സംഭവങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, പൊതുവേ ഹ്യൂമാനിറ്റീസുകാർ ഭയങ്കര ലോ ക്ലാസ് ആൾക്കാരായിട്ടാണ് കാണുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസുകാർ, ഇപ്പം ഞാൻ പറയുക, ഈ ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയത് 1947. അതൊരു ഇയർ കുറഞ്ഞാലോ കൂടിയാലോ അവിടെ ആ ഒരു സംഭവം പോയി. നമുക്ക് അവിടെ 3 മാർക്കില്ല 2 മാർക്കാണെങ്കിൽ ഒരു അര മാർക്ക് പോലും അവിടെ ഇട്ട് തരത്തില്ല. അതാണ് നമ്മുടെ പ്രശ്നം. എന്ന് വെച്ചാൽ നിങ്ങളെ പേടിപ്പിക്കുകയല്ല കേട്ടോ, ഇയറൊക്കെ പഠിക്കാൻ സുഖമാണ്. സോഷ്യൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. സോഷ്യൽ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഉറപ്പായിട്ടും ഹ്യൂമാനിറ്റീസ് എടുക്കണം. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കണം അങ്ങനെയല്ല. നിങ്ങളുടെ എന്താണോ ഇഷ്ടം അത് മാത്രം എടുത്താൽ മതി. ഞാൻ പറയുന്നത് ആ ഒരു തിങ്കിങ് ഇല്ലേ, ഹ്യൂമാനിറ്റീസുകാരെന്ന് പറഞ്ഞാൽ 3rd ക്ലാസ് ആണ്, ഹ്യൂമാനിറ്റീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ബാക്കിലോട്ടാണ്, ഹ്യൂമാനിറ്റീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പഠിക്കാത്തവരാണ്, അങ്ങനെ ഒരിക്കലും അല്ല. നല്ലപോലെ പഠിക്കുന്നവരും ഉണ്ടാവും, ആവറേജ് സ്റ്റുഡൻസും ഉണ്ടാവും, കുറച്ച് മീഡിയം ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. എന്താണെങ്കിലും ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ഈസിയാണ്. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് ഈസ് അമേസിങ്. എല്ലാവർക്കും ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് സോഷ്യൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വരെ ഹ്യൂമാനിറ്റീസ് ഈസി ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, പൊളിറ്റിക്സ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അതും എടുക്കാം. പിന്നെ നമുക്ക് കോർ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതും എടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് പറയാനായിട്ട് എനിക്കെന്തറിയോ, പിന്നെ ഹ്യൂമാനിറ്റീസ് 12th കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? ഡിഗ്രി ചെയ്യണം. ഡിഗ്രി ചെയ്യാൻ താല്പര്യമുണ്ട്, ഡിഗ്രി ചെയ്യണം. BA ഇക്കണോമിക്സ്, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്സ്, BA BA ജിയോഗ്രഫി, ജോളജി ഒക്കെ ഉണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ട്, ആർക്കിയോളജി ഉണ്ട്, കുറേ ഉണ്ട്. ITക്ക് പോകണമെന്ന് അങ്ങനെ പോകാം, ഡിപ്ലോമ അങ്ങനെ പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം. ഡിഗ്രി എടുക്കുന്നവർ ഇങ്ങനെ എടുക്കുക. UGM, PG, PhD, നമുക്ക് എന്ത് വേണമെങ്കിലും. ഹ്യൂമാനിറ്റി സ്കോപ്പിംഗ്, ഹാർഡ് സ്റ്റുഡൻസിന് സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്ന് കിടക്കും. അപ്പോൾ അത് ഓർത്തിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഐ എം ഷുവർ ഇത് ഗ്യാരണ്ടിയാണ്. എന്തറിയോ, നമുക്ക് ഹാർഡ് സ്റ്റുഡൻസ് ഇപ്പം നമ്മൾ 12th പഠിച്ചിറങ്ങി 4 years നമുക്ക് ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ UPC മാത്രമല്ല കേട്ടോ, UPC മാത്രം IAS, IPS, IFS മാത്രമല്ല ഇതിന് LLB ഉണ്ട്, പിന്നെ പൊളിറ്റിക്കൽ അഡ്വൈസർ ഉണ്ട്, വേറെ എന്തൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. പൊളിറ്റിക്കൽ അഡ്വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ, ഞാനൊരു ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറയാം. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ അവരുടെ എന്താ പറയുക, ഇങ്ങനെ റൂളിങ് ശരിയല്ല. അപ്പോൾ ഇപ്പം ഞാനൊരു പൊളിറ്റിക്കൽ അഡ്വൈസർ, നിങ്ങളൊരു പൊളിറ്റിക്കൽ അഡ്വൈസറാണ്. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ വോട്ട് കൂടും എന്ന് നമ്മൾ പറയും. അപ്പോൾ പ്രധാനമന്ത്രി അങ്ങനെ ആലോചിക്കും, PM അങ്ങനെ ചെയ്താലോ. അതാണ് പൊളിറ്റിക്കൽ അഡ്വൈസർ. പിന്നെ ഉള്ളത് എന്താ, ഇൻ്റലിജൻറ്റ് അനലിസ്റ്റ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻ്റ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് അവിടെ ആ ബോഡിയിൽ അസിസ്റ്റൻ്റ് ഉണ്ട്, പിന്നെ പോളിസി അനലിസ്റ്റ് ഉണ്ട്. ജേർണലിസം എങ്ങനെ എക്സ്ട്രോവേർട്ടായിട്ട് വെള്ള പറയുന്നവർക്ക് ജേർണലിസം ഗുഡ് ജോബ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. എങ്ങനെ ന്യൂസ്, ഇൻവെസ്റ്റിഗേഷൻ, എന്താ പറയുക, ക്രൈം, അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ജേർണലിസം സൂപ്പറായിരിക്കും. പിന്നെ ഏതാ, ടീച്ചിങ് ഹയർ സെക്കൻഡറി മാത്രമല്ല കേട്ടോ, നമ്മൾ UP LP സോഷ്യലൊക്കെ എടുക്കുക. ഹയർ സെക്കൻഡറിയിലേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്കുള്ള ടീച്ചേഴ്സ് ഹ്യൂമാനിറ്റീസ് ആട്ടോ. സയൻസ് ടീച്ചേഴ്സ്, കൊമേഴ്സ് ടീച്ചേഴ്സ് വേറെ, ഹ്യൂമാനിറ്റീസ് ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി ലെവലിൽ പോകുകയാണെങ്കിൽ നമ്മൾ ടീച്ചിങ് ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സബ്ജക്ട്സിനോട് പാഷൻ വരും. ടീച്ചിങ് നമുക്കൊരു പാഷനാക്കാം. അങ്ങനെ പിന്നെ അങ്ങനെ കുറേ സോഷ്യൽ മീഡിയ മാനേജർ, അങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതാണ് ഞാൻ വായിക്കുന്നത്. സോഷ്യൽ മീഡിയ മാനേജർ, അങ്ങനെ നീങ്ങി കിടക്കുന്ന സംഭവങ്ങളാണ്. കുറേ ഓപ്ഷൻസ് നടക്കുന്നതായിട്ട് ഇതൊക്കെ കൊടുക്കാം. നിങ്ങളെല്ലാം അങ്ങ് വായിച്ചെടുത്താൽ മതി. പിന്നെ ഇനിയും നിങ്ങൾക്ക് 12th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ആവാൻ, ഐ വിൽ റിപ്ലൈ. പിന്നെ എന്തെങ്കിലും 10th കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്താൽ എന്തൊക്കെ സബ്ജക്ട്സ് ഉണ്ടാവും, സബ്ജക്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ ചെയ്താൽ ഞാൻ അതിൻ്റെ വീഡിയോ തരാം. എന്തായാലും കമൻറ്റ് ചെയ്യാൻ, ഞാൻ റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ അതുവരെ ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾ ഒരിക്കലും തിങ്ക് ചെയ്യരുത് ഇത് ബാക്ക്വേർഡുകാർക്കുള്ള അല്ലെങ്കിൽ ഒട്ടും പഠിക്കാത്തവർക്കുള്ള ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ് എന്നല്ല. അത് എടുക്കണം എന്നൊന്നും ഞാൻ റിക്കമെൻഡ് ചെയ്യത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ചിലർക്ക് സോഷ്യൽ ആയിരിക്കും, ചിലർക്ക് സയൻസ് ആയിരിക്കും. എന്തായാലും അത് എന്താ പറയുക, ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ അതൊരു ഇങ്ങനെ ബാക്കിലോട്ട് നിൽക്കുന്നൊരു സ്ട്രീമാണ്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ചോദിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ ആരും എന്താ പറയുക, പിന്മാറിക്കരുത്. ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതെടുക്കുക. ഹ്യൂമാനിറ്റീസ് എടുത്താൽ എങ്ങനെയാണ്, എന്താ, അത് ഇതോടെ ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുവരെ താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. ബൈ.